നമ്മളെ വീഡിയോ എന്ന് വെച്ചാൽ ഈ വിളക്കൊക്കെ എങ്ങനെ നല്ല തിളക്കവും നല്ല പുതുതുപോലെ ആക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. ഇതാ നിങ്ങൾ ഈ കാണുന്ന വിളക്കിന് 11 വർഷത്തെ പഴക്കമുണ്ട്. ഈ ചെറിയ വിളക്ക് ഉപയോഗിക്കാറില്ല, നിങ്ങൾക്ക് വീഡിയോ എടുക്കുന്നതിന് വേണ്ടി കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. ഈ വലിയ വിളക്കാണെങ്കിൽ 60 വർഷത്തോളം പഴക്കമുള്ള വിളക്കാണ് ഈ നിലവിളക്ക്. ഞങ്ങൾ വിശേഷ ദിവസങ്ങളിൽ മാത്രമേ അത് എടുക്കാറുള്ളൂ. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നിങ്ങളൊരു പാത്രത്തിൻ്റെ അകത്ത് മൈദ എടുക്കുക, കുറച്ച് മൈദ എടുക്കുക. ആ മൈദ നിങ്ങളുടെ അടുത്ത് എത്ര വിളക്കുകളുണ്ടോ അതിനനുസരിച്ച് എടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് കല്ലുപ്പാണ് ചേർക്കേണ്ടത്. കല്ലുപ്പ് ചേർത്ത് കൊടുത്ത് പിന്നെ അതിൻ്റെ അകത്തേക്ക് ചേർക്കേണ്ട ഒന്നാണ് വിനീഗർ, സിർക്ക എന്നും പറയും. വിനീഗറും ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ല പേസ്റ്റ് രൂപത്തിലാക്കണം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത ശേഷം ഇതുപോലെ നന്നായി മിക്സ് ചെയ്യുക. ഞങ്ങളുടെ അടുത്ത വീട്ടിലെ ചേച്ചി പറഞ്ഞു തന്നെയാണ് ഇങ്ങനെ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ പുളിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് വിളക്ക് വൃത്തിയാക്കാറ്. അപ്പോൾ അപ്പോഴാണ് ആ ചേച്ചി പറഞ്ഞ് ഇങ്ങനെ ചെയ്ത് നോക്കുമെന്ന്. ഇനി നമ്മൾ ആ പേസ്റ്റ് ആ വിളക്കിൽ നന്നായി കട്ടിയിൽ തന്നെ തേച്ച് പിടിപ്പിക്കണം. നല്ല കട്ടിയിൽ തന്നെ എല്ലാ സ്ഥലത്തും, ആ പച്ച കളർ കാണുന്ന സ്ഥലത്തൊക്കെ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കണം. ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് വൈകുന്നേരമാണ്, അതുകൊണ്ട് കുറച്ച് ക്ലിയറിൻ്റെ കുറവുണ്ട്. ഒരു 5 മണിക്ക് ശേഷമാണ് ഞങ്ങളിപ്പോൾ ഇത് ചെയ്യുന്നത്, അതുകൊണ്ട് കുറച്ച് ലൈറ്റിൻ്റെ ഒക്കെ പ്രോബ്ലം ഉണ്ട്. ഇതുപോലെ എല്ലാത്തിലും തേച്ച് പിടിപ്പിക്കണം. നല്ല കട്ടിയിൽ തന്നെ എടുക്കണം. കുറച്ച് അധികം ഞങ്ങൾക്ക് വേണ്ടി വന്നിട്ടുണ്ട് മൈദയൊക്കെ, കാരണം വലിയ വിളക്കല്ലേ. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഒരു വിളക്കൊക്കെ ആണെങ്കിൽ കുറച്ചേ വേണ്ടൂ. അല്ല, ഇതുപോലെ കുറേ വേണമെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് തന്നെ കരുതണം. ഓരോന്നിലും ഇതുപോലെ നല്ല കട്ടിയിൽ തന്നെ പേസ്റ്റ് എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിക്കണം. ഓരോന്നിലും ഇതുപോലെ കട്ടിയിൽ തന്നെ വെച്ച ശേഷം ഒരു അരമണിക്കൂറോളെങ്കിലും വയ്ക്കണം. ഞങ്ങൾ അരമണിക്കൂറോളമാണ് എന്നിട്ട് വെച്ചത്. അരമണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് ഞങ്ങളത് കഴുകുന്നത്. അരമണിക്കൂറെങ്കിലും ഇതുപോലെ എല്ലാ സ്ഥലത്തും തേച്ച് പിടിപ്പിച്ച ശേഷം നിങ്ങൾ വെക്കണം. അപ്പാടെ തന്നെ കഴുകാൻ പാടില്ല. ഈ ചെറിയ വിളക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ഉപയോഗിക്കാറേ ഇല്ല. ഞങ്ങളിപ്പോൾ ഇത് വീഡിയോ എടുക്കുമ്പോൾ വേണ്ടതെന്ന് വെച്ചിട്ട് എടുത്തതാണ്. തളികയിലും അതുപോലെ തന്നെ നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കണം. ഞങ്ങളിപ്പോൾ ഒരുവിധം എല്ലായിലും തേച്ച് പിടിപ്പിച്ചു. ഇനി നമുക്കൊരു അരമണിക്കൂർ ശേഷം ഇതുപോലെ വെച്ച ശേഷം നമുക്ക് നന്നായി ഒരു ചേരിക്കുച്ചി ഉപയോഗിച്ചിട്ട് നന്നായി ഉരച്ച് പിടിപ്പിക്കുക. ഇതേപോലെ നന്നായി ഉരയ്ക്കണം. ആ പച്ച കളർ കാണുന്ന സ്ഥലത്തൊക്കെ നന്നായി ഉരക്കുക. സ്ക്രബ്ബർ വേണമെങ്കിൽ ഉപയോഗിക്കാം. സ്ക്രബ്ബർ ഞങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്നില്ല, അപ്പോൾ ചേരിക്കുച്ചായിരുന്നു എടുത്തത്. പിന്നെ ബ്രഷ് ഉപയോഗിച്ചിട്ടും ചെയ്യാം, പക്ഷേ ഏറ്റവും നല്ലത് സ്ക്രബ്ബർ തന്നെയാണ്. സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ടാകുമ്പോൾ കുറച്ചും കൂടി ഒരു തിളക്കം കിട്ടും. പക്ഷേ എങ്കിൽ ഞങ്ങളുടെ അടുത്ത് സ്ക്രബ്ബർ ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അപ്പോൾ ചേരിക്കുച്ചി ഉപയോഗിച്ചിട്ട് ചെയ്യാമെന്ന്. അതുകൊണ്ടാണ് സ്ക്രബ്ബറാണ് ഉപയോഗിക്കുന്നത് കൂടുതലും നല്ലത്. ഇതുപോലെ നന്നായി ഉരച്ച് പിടിപ്പിക്കണം. ഇപ്പോൾ ഏകദേശം സന്ധ്യയായി ടൈം. ഇനിയിപ്പം നമുക്കിതിന് വെള്ളം ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കഴുകാം. ഇപ്പോൾ തന്നെ നല്ല തിളക്കം കാണുന്നില്ലേ, നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കൂ. ആ പച്ച കളറൊക്കെ പോയി നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു സാധനം കൂടി ചേർക്കാനുണ്ട്, അത് ഞാൻ പറയാം.
ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് വെള്ളമൊക്കെ തുടച്ച് വൃത്തിയാക്കണം. ഇതിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ അംശമേ പാടില്ല. എന്നിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് മിനുസം കിട്ടാൻ വേണ്ടി ഭസ്മമാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാത്തിലും ഭസ്മം ചേർത്ത് കൊടുക്കുക. ഭസ്മം ചേർത്ത് നല്ല മിനുസായിരിക്കും വിളക്കിന്. ഒരു തുണി ഉപയോഗിച്ചിട്ട് ഇത് നന്നായി തേച്ച് അതിൻ്റെ അകത്ത് മുഴുവൻ പിടിപ്പിക്കുക. ഇതുപോലെ ചെയ്യുക. മറ്റേതിലും അതുപോലെ തന്നെ ഭസ്മം ഇട്ടിട്ട് നന്നായിട്ട് ഉരയ്ക്കുക. എന്നിട്ട് മറ്റൊരു തുണി ഉപയോഗിച്ചിട്ട് അതൊക്കെ ക്ലീൻ ചെയ്യുക. ഇപ്പോൾ തുടച്ചു. ഇതാണ് ഫൈനൽ. ഇപ്പോൾ സന്ധ്യ ആയതുകൊണ്ടാണ് അധികം ക്ലിയർ ആയിട്ട് കിട്ടാത്തത്. പകലാണെങ്കിൽ കുറച്ചും കൂടി ക്ലിയർ ആയി കിട്ടുമായിരുന്നു. ഇപ്പോൾ സന്ധ്യ ആയിപ്പോയി. ഇപ്പോൾ നല്ല തിളക്കത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഫൈനലായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾ എന്തായാലും ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബായ്.